സുവിശേഷ വിചിന്തനം അൽമായ വീക്ഷണത്തിൽ. കൈത്താക്കാലം. രചന ജോമോൻ മങ്കുഴിക്കരി. നാളികേരത്തിൻ്റെ നാടിനോട് മുന്തിരിവള്ളികൾ പറയുന്നത്. നഗരത്തിലെ ആധുനികതയുടെയും സമ്പത്തിൻ്റെയും ഉയർന്ന ഉദ്യോഗത്തിൻ്റെയും പത്രാസിനിടയിൽ തൻ്റെ ഗ്രാമത്തെയും ജനിച്ചു വളർന്ന തറവാടിനെയും പരിപൂർണമായി മറന്നു രഘു എന്ന മനുഷ്യൻ. പട്ടണത്തിൽ പണിയാൻ പോകുന്ന ബംഗ്ലാവിന് പണം കണ്ടെത്താൻ വേണ്ടി വർഷങ്ങൾക്ക് ശേഷം അയാൾ തൻ്റെ തറവാട്ടുപറമ്പ് വിൽക്കാനായി മടങ്ങി വരികയാണ്. ബാഹ്യമായ രഘു എല്ലാ അർത്ഥത്തിലും വിജയിച്ചൊരു മനുഷ്യനാണ്. അയാൾക്ക് പണമുണ്ട്, അന്തസ്സുണ്ട്, സമൂഹത്തിൽ സ്ഥാനവുമുണ്ട്. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു വലിയ ശൂന്യത അയാൾ അനുഭവിച്ചിരുന്നു. തൻ്റെ പുരയിടത്തിലെ മണ്ണിൽ ചവിട്ടി നിൽക്കുമ്പോൾ വർഷങ്ങളായി അവിടെ നിൽക്കുന്ന വൻമരങ്ങളുടെ വേരുകൾ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ രഘുവിൻ്റെ ഉള്ളിൽ ഒരു വലിയ മാറ്റമുണ്ടാകുന്നു. ആ മരത്തിൻ്റെ വേരുകൾ അയാളോട് സംസാരിക്കുന്നത് പോലെ അയാൾക്ക് അനുഭവപ്പെടുകയാണ്. ആ നിമിഷം രഘു ഒരു വലിയ സത്യം തിരിച്ചറിയുന്നു. തൻ്റെ പ്രതാപത്തിനും പുറംമോടികൾക്കും അപ്പുറം തൻ്റെ അസ്തിത്വത്തിന് ജീവനും സമാധാനവും നൽകുന്നത് ഈ മണ്ണും ഇവിടുത്തെ വേരുകളുമാണ്. ആ വേരുകളിൽ നിന്ന് സ്വയം അറുത്തുമാറ്റി പട്ടണത്തിലെ കോൺക്രീറ്റ് കാട്ടിൽ ജീവിച്ചാൽ താൻ ജീവനില്ലാത്ത വെറും ഒരു കോൺക്രീറ്റ് ശിലയായി മാറുമെന്ന് തിരിച്ചറിഞ്ഞ് തറവാട് വിൽക്കുന്നില്ലെന്ന ദൃഢനിശ്ചയത്തോടെ അയാൾ ആ മണ്ണിലേക്ക്, തൻ്റെ വേരുകളിലേക്ക് മടങ്ങുകയാണ്. മലയാള സാഹിത്യത്തിലെ എക്കാലത്തെയും മികച്ച കൃതികളിലൊന്നായ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ വേരുകൾ വായനക്കാരൻ്റെ മനസ്സിലേക്ക് പടരുന്നത് ഇപ്രകാരമാണ്. ഈ നോവൽ കേവലം ഒരു മനുഷ്യൻ്റെ കഥയല്ല, മറിച്ച് നമ്മുടെ ആത്മീയ അവസ്ഥയുടെ നേർചിത്രമാണ്. നമ്മെ താങ്ങി നിർത്തുന്ന ആത്മീയ വേരുകളിലേക്ക് ഒരു തിരിച്ചറിവിൻ്റെ മടക്കയാത്ര നടത്താൻ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വചനങ്ങളിലൂടെ യേശു നമ്മെ ക്ഷണിക്കുകയാണ്. കായലും തോടുകളും നിറഞ്ഞ തലയുയർത്തി നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകളാൽ സമൃദ്ധമായ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ പച്ചപ്പിൻ്റെ മണ്ണിലിരുന്ന് കർത്താവിൻ്റെ നാട്ടിലെ കാർഷിക പശ്ചാത്തലത്തിൽ യേശു പറഞ്ഞ കാര്യങ്ങൾ ചിന്താവിഷയമാകുമ്പോൾ അതിന് ആഴവും അർത്ഥവും അതിലുപരി തീക്ഷ്ണമായൊരു ആത്മീയ തേടലുമുണ്ട്. ഒലിവ് വൃക്ഷവും സന്നിവേശിപ്പിക്കലിൻ്റെ ആത്മീയതയും. വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആഴമേറിയ ബന്ധം വെളിപ്പെടുത്താൻ വൃക്ഷങ്ങളുടെ ഉപമകൾ ധാരാളമായി ഉപയോഗിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും, പ്രത്യേകിച്ച് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ ദൈവജനത്തെ ഉപമിക്കുന്നത് അതിജീവനത്തിൻ്റെ പ്രതീകമായ ഒലിവ് വൃക്ഷത്തോടാണ്. കടുത്ത വരൾച്ചയെയും കൊടുങ്കാറ്റിനെയും അതിജീവിച്ച് നൂറ്റാണ്ടുകളോളം തലയുയർത്തി നിൽക്കുന്ന ഒലിവിൻ്റെ വേരുകൾ ഭൂമിയുടെ ആഴങ്ങളിലേക്കാണ് ഇറങ്ങി നിൽക്കുന്നത്. റോമ 11:17 ശ്ലീഹ മനോഹരമായൊരു ആത്മീയ ചിത്രം വരച്ചിട്ടിരിക്കുന്നു. നല്ല ഒലിവ് മരത്തിൽ നിന്ന് ചില ശാഖകൾ മുറിച്ചു കളഞ്ഞിട്ട് തോട്ടക്കാരനായ ദൈവം കാട്ടൊലിവിൽ നിന്ന് ചില ശാഖകൾ ആ വൃക്ഷത്തിൻ്റെ തായ്തടിയിലേക്ക് കൂട്ടിയിണക്കുന്നു. അങ്ങനെ ആ കാട്ടൊലിവ് ആ നല്ല ഒലിവ് മരത്തിൻ്റെ വേരുകളിൽ നിന്നുള്ള ജീവരസം പങ്കിടുന്നു. മുന്തിരിവള്ളിയുടെയും ഒലിവ് മരത്തിൻ്റെയും ആത്മീയത ഒന്നാണ്. അത് സന്നിവേശിപ്പിക്കലിൻ്റെ അല്ലെങ്കിൽ പറ്റിച്ചേർന്ന് നിൽക്കലിൻ്റെ ആത്മീയതയാണ്. ഒരു ശാഖയും സ്വന്തം കഴിവുകൊണ്ടല്ല വളരുന്നത്, മറിച്ച് വേരാകുന്ന ക്രിസ്തുവിൽ നിന്ന് നമ്മിലേക്ക് ഒഴുകി വരുന്ന ജീവരസമാണ് നമ്മുടെ ദൈവിക ജീവന് നിദാനം. ആ വേരുകളിൽ നിന്ന് നമ്മൾ അകന്നാൽ, വേരുകളിൽ രഘു അനുഭവിച്ചതുപോലെയുള്ള വരൾച്ച നമ്മുടെ ജീവിതങ്ങളെയും ബാധിക്കും. വേമ്പനാടിൻ്റെ തീരത്തെ ജൈവികമായ ആത്മീയ സാദൃശ്യം. നാളികേരത്തിൻ്റെ നാട്ടിലേക്ക്, മണ്ണിൻ്റെ മണമുള്ള അതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ ഈ ആത്മീയ സത്യത്തിന് കൂടുതൽ ആഴം കൈവരുന്നുണ്ട്. കായൽ കാറ്റേറ്റ് തലയുയർത്തി നിൽക്കുന്ന തെങ്ങിൻ തലപ്പുകൾ എക്കാലത്തും നമ്മുടെ സംസ്കാരത്തിൻ്റെ തന്നെ അഭിമാനമായി നിലകൊള്ളുന്നു. 80കളിലും 90കളിലും കാറ്റുവീഴ്ചയുടെയും മണ്ടരിയുടെയും ദുരിതങ്ങൾക്കിടയിലും കർഷകൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച തെങ്ങുകൾ നമ്മുടെ ഓർമ്മയിലുണ്ട്. ഒരു പ്രഭാതത്തിൽ
ആ തെങ്ങിൻ്റെ ഓലകളൊന്നാകെ വാടിത്തൂങ്ങുന്നത് കാണുമ്പോൾ കർഷകൻ്റെ നെഞ്ച് പിടയും. പുറമേക്ക് യാതൊരു കേടുപാടും കാണുന്നില്ലായിരിക്കാം. എന്നാൽ അതിൻ്റെ ഉള്ളിലേക്ക് ചെമ്പൻ ചെല്ലി കയറി മുട്ടയിട്ടുണ്ടാവുന്ന പുഴുക്കൾ അതിൻ്റെ തടിയുടെ ഉള്ളിലെ ജീവരസവും നീരും പൂർണ്ണമായി വലിച്ചു കുടിച്ചിട്ടുണ്ടാവും. അങ്ങനെ നിന്ന നിൽപ്പിൽ അകമേ ജീവനറ്റുണങ്ങിപ്പോയ തെങ്ങുകൾ നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിലെ സങ്കട കാഴ്ചയാണ്. യേശു നമ്മെ മുന്തിരിവള്ളിയോട് ഉപമിക്കുമ്പോൾ ഈ തെങ്ങുമായി അതിന് അത്ഭുതകരമായ ചില സാദൃശ്യങ്ങളുണ്ട്. ഒരു തെങ്ങ് ആകാശത്തേക്ക് തല ഉയർത്തി നിൽക്കുന്നത് അതിൻ്റെ കരുത്തുള്ള തടി കൊണ്ടല്ല, മറിച്ച് ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് വേരുകൾ വഴി മുകളിലേക്ക് പ്രവഹിക്കുന്ന അദൃശ്യമായ ജീവരസം കൊണ്ടാണ്. ചെമ്പൻ ചെല്ലി തെങ്ങിനെ ആക്രമിക്കുന്നത് പുറമേ നിന്നല്ല, അവയുടെ പുഴുക്കൾ കൂമ്പിനെ ആക്രമിച്ച് ക്രമേണ അതിൻ്റെ ഉൾഭാഗം തിന്നു തീർക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ആത്മീയ ജീവിതത്തിലും തിന്മയുളവാക്കുന്ന തകർച്ചയുണ്ടാവുന്നത് വലിയ സ്ഫോടന ശബ്ദത്തോടെയല്ല, അത് അദൃശ്യമായി നമ്മുടെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറുകയും നമ്മുടെ ആത്മീയ ജീവനെ കാർന്നു തിന്നുകയും ചെയ്യുന്നു. പാരമ്പര്യത്തിൽ അഭിമാനിക്കുമ്പോഴും ഉള്ളിൽ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും നീരറ്റ അഹങ്കാരത്തിൻ്റെ ഉള്ളുപൊള്ളയായ ഉണക്കമരങ്ങളായി നമ്മൾ മാറിപ്പോകുന്നുണ്ടോ എന്ന് സ്വയം ചോദിക്കണം. തോട്ടക്കാരൻ്റെ വെട്ടിയൊരുക്കലും ഫലസമൃദ്ധിയും. യേശു പറയുന്നു, എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു, എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. മുന്തിരിത്തോട്ടത്തിൽ കർഷകൻ ചെയ്യുന്ന ഏറ്റവും വേദനാജനകമായ പ്രക്രിയയാണ് വെട്ടിയൊരുക്കൽ. പുറമേക്ക് വളരെ ഭംഗിയുള്ള പച്ചപ്പും ശാഖകളും കർഷകൻ ക്രൂരമെന്ന് തോന്നുന്ന വിധത്തിൽ മുറിച്ചു മാറ്റും. ഇലകൾ കൂടിയാൽ മുന്തിരിയിൽ ഫലം കുറയുമെന്നത് കർഷകനറിയാം. നമ്മുടെ ജീവിതത്തിലും സ്വർഗീയ കൃഷിക്കാരൻ ചില വെട്ടിയൊരുക്കലുകൾ നടത്താറുണ്ട്. പ്രിയപ്പെട്ട ചില പദ്ധതികൾ തകരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ തിരിച്ചറിയണം, അത് നമ്മെ നശിപ്പിക്കാനല്ല, നമ്മുടെ ഉള്ളിലെ ആത്മീയ ഫലങ്ങളായ സ്നേഹവും സന്തോഷവും സമാധാനവും കൂടുതൽ സമൃദ്ധമായി ആവിഷ്കരിക്കപ്പെടാനാണ്. ഒരു കർഷകൻ പട്ടിണി കിടക്കുമ്പോഴും മറ്റുള്ളവർക്കായി മണ്ണിൽ ചോര നീരാക്കി പണിയെടുക്കുന്നത് പോലെ തെങ്ങും മുന്തിരിയും സ്വയം ശൂന്യവൽക്കരിക്കലിൻ്റെയും കൂട്ടായ്മയുടെയും പ്രതീകങ്ങളാണ്. തെങ്ങ് അതിൻ്റെ ഇളനീരും നാളികേരവും മറ്റുള്ളവർക്കായി കാത്തുവെക്കുന്നു. ഒരൊറ്റ മുന്തിരിപ്പഴത്തിന് മാത്രമായി ഒരിക്കലും വീഞ്ഞാകാനും കഴിയില്ല. ഒരു കൂട്ടം മുന്തിരിപ്പഴങ്ങൾ ഒരുമിച്ച് ചതയ്ക്കപ്പെടുമ്പോഴാണ് അത് മധുരമുള്ള വീഞ്ഞായി മാറുന്നത്. നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും പരസ്പരം താങ്ങി നിർത്തിയും ഒന്നിച്ചു ചേർന്നും ജീവിക്കുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ മുന്തിരിശാഖകളായി മാറുന്നത്. ജീവരസത്തിൻ്റെ ആത്മീയത. ഒരു ശാഖ മുന്തിരിവള്ളിയിൽ ചേർന്ന് നിൽക്കുമ്പോൾ അതിനുള്ളിലേക്ക് വള്ളിയുടെ വേരുകളിൽ നിന്ന് നിരന്തരമായി ജീവരസം ഒഴുകിക്കൊണ്ടിരിക്കും. ഈ ജീവരസമാണ് ഇലകൾക്ക് പച്ചപ്പും പഴങ്ങൾക്ക് മധുരവും നൽകുന്നത്. നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഈ ജീവരസമുണ്ട്. അതാണ് ദൈവകൃപ. പുറമെ വിജയത്തിൻ്റെ തലപ്പൊക്കമുണ്ടെങ്കിലും ഉള്ളിൽ സമാധാനവും പരസ്പര വിശ്വാസവും സ്നേഹവുമില്ലെങ്കിൽ നമ്മുടെ വേരുകളിൽ ജീവരസത്തിൻ്റെ ഒഴുക്ക് നിലച്ചിരിക്കുന്നു. കോൺക്രീറ്റ് കാട്ടിലെ ജീവനില്ലാത്ത ശിലകളാകാതിരിക്കാൻ ജീവൻ്റെ ഉറവിടമായ ക്രിസ്തുവിലേക്ക്, നമ്മുടെ ആത്മീയ വേരുകളിലേക്ക് നമുക്ക് പ്രത്യാശയോടെ മടങ്ങാം.